അയ്യോ 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 എന്താടാ? അയ്യോ മാല പോയി. അയ്യോ ഇവന്റെ പോക്കറ്റിലുണ്ടോ? ഈശ്വര, മാല എവിടെ പോയി? ഒന്നൂടെ പോരാങ്ങരുത്, ഒഴിക്കണ അവന്റെ കണ്ടില്ലേ? അല്ല, 2 സ്വർണ്ണമാല അല്ലാതെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ആ പ്രതിമയ്ക്ക് അകത്ത് പുറത്ത് ഒന്നുമില്ലായിരുന്നു. എന്റെ തൊഴിലാണ് സത്യം. നമ്മളൊക്കെ ഒരേ വർഗക്കാരല്ലേ, ഒന്ന് വിശ്വസിക്കണ്ടായി. എന്നാ പിന്നെ മാല അവളുടെ അടുത്തുണ്ടാവും. അടപ്പ് തുറന്നത് ബാഗിനകത്ത് തന്നെ വീണ് കാണും. ഞാൻ അവളിട്ട് വഴക്കിടുകയും ചെയ്തു. വായു നോക്കിയതൊക്കെ അവളെ എവിടെ തപ്പാം. വായു. എന്റെ അമ്മേ, ആ പെണ്ണെന്താ വല്ല പ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നാണ്? എന്താ എന്തു പറ്റി? ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ബോധം കെട്ട് വീണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാം. എന്നിട്ട് എവിടെ? ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു. എങ്ങോട്ട്? മെഡിഗിരിക്ക്. കോളേജിലോ? എന്റെ ഇടവും മൈസൂർ അടുത്തുള്ള മെഡിഗിരിക്ക്. എങ്ങനെ പോയത്? ഇവിടുന്ന് ഒരു കാർ കയറ്റി ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. 5:30ക്കുള്ള വണ്ടിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഈശ്വര, സമയം 5 മണി. മണി വേണം, അവളിപ്പോ പോവും. ഇതാര്? ടിക്കറ്റ് പ്ലീസ്. ടിക്കറ്റ് ഇല്ല. അതെന്താ? എന്റെ കയ്യിൽ കാശില്ല. പിന്നെ എന്തിനകത്ത് വലിഞ്ഞു കയറിയത്? ഇയാളുടെ കുടുംബ പേര് ഇന്ത്യൻ റെയിൽവേ എന്നാണോ? ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. ഇതുമാതിരി ഓരോന്ന് ദിവസം വലിഞ്ഞു കയറി സാറേ. എവിടേക്കാ കുട്ടി? മെഡിഗിരിക്ക്. മെഡിഗിരിയോ? ഇത് മെഡിഗിരിക്ക് പോകില്ല. ആരണഹല്ലി ഇറങ്ങി ബസ് പിടിച്ച് പോകണം. ടിക്കറ്റും ഫൈനും ചേർത്ത് 1450 രൂപ 50 പൈസ. കാശ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് തരാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇറക്കി വിടും. ഞാൻ ഇറങ്ങില്ല, എനിക്ക് പോയേ തീരൂ. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിത്തപ്പേരുണ്ടാക്കുന്നത്. കേൾക്കുന്നവരെന്താ വിചാരിക്കുക? സാറിനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ടാണെന്നല്ലേ? പിന്നെ പോലീസ് വിളിക്കും സാറേ. അത് ഞാൻ ചെയ്തിരിക്കും. സാറിന്റെ ടിക്കറ്റ്? അയ്യോ, എന്റെ ടിക്കറ്റ് ഇല്ല. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? ടിക്കറ്റ് ഇല്ലെങ്കിൽ 6 മാസം തടവാ. ആര് തടവും? ഞാൻ തടവോ സാറ് തടവോ? നമ്മൾ തമ്മിലാണോ പോലീസ് തടവുന്നു? അയ്യോ, അത് വേണ്ട. 2 ടിക്കറ്റ് എടുത്തോ. 2 ആൾക്കോ? ഒന്ന് എനിക്കും പിന്നെ ഒന്ന് തീപ്പിട്ടി കുളിക്കും. ഇളരാതെ ഇതെന്റെ വകയിലുള്ള കിന്നാരം ചോക്കിന്റെ ടിക്കറ്റ് എടുത്തോ. എങ്ങോട്ടാ? അവര് പറഞ്ഞില്ല അത് തന്നെ. ആരാണഹല്ലി? അത് തന്നെ. എന്തുട്ട് തുറ ചോദിക്കാൻ? ഒരാൾക്ക് ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് റോഡിലിറക്കി കൂടെ പോലീസ് വിളിക്കുന്ന പറഞ്ഞാൽ ശരിയല്ലട്ടോ സാറേ. എന്നാ കാശ്? ബാക്കി ഇന്ന് ആരെയാണാവോ കണിയേണ്ടത്? 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഈ കുട്ടി എന്റെ ബന്ധുവാണോ? ഭാര്യയാണോ? എന്റെ പെങ്ങളാണോ? അമ്മയാണോ? അറ്റ്ലീസ്റ്റ് എന്റെ അയൽപക്കത്തുള്ള ചേച്ചിയാണോ? അതൊക്കെ പോട്ടെ, വഴിയരികിലിരിക്കുന്ന പിച്ചക്കാരിയാണോ? അല്ല, പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വെറും മനുഷ്യത്വം. അല്ല ഏട്ടാ, പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചന്നനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാനിത് തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? మనిషిత్వం అలా చేరనదు మేడత ఏమండి నాకు అర్థమైనా చెప్పండి అదే మీరు తెలుగులో చెప్పండి ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ ഓ അതിന് ഭാഷയില്ല നന്ദി പന്നിനാ ആരടി പന്നി നന്ദി താങ്ക്സ് എന്ന് പറഞ്ഞതാ ഓ ഇപ്പോഴാ മനസ്സിലായത്
1450 50 പൈസക്ക് കിട്ടണ കോപ്പാണ് നന്ദിന്ന്. ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയും താങ്ക്സ് ഒന്ന് കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. ഓ ഒന്നുമില്ലേ. ആയിക്കോട്ടെ. 1450 രൂപ 50 പൈസ ഒരു ശരാശരി മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ. എടോ, കാശ് ഞാൻ അയച്ചു തരാം. 1550 1550 കിടന്ന് കുറയ്ക്കണ്ട. തന്റെ അഡ്രസ് പറ. നീ എന്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക്. എനിക്ക് അഡ്രസ് ഇല്ല. അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എവിടുന്ന് കയറി വന്നോ? എനിക്കിത് തന്നെ കിട്ടണം. 1450 രൂപ 50 പൈസ മുടക്കിയ എനിക്കിത് തന്നെ. ഒന്നുമില്ല എന്റെ അമ്മോ. അല്ല, അറിയേണ്ട കാര്യം ഉണ്ടായിട്ട് ചോദിക്കല്ല. കാശ് മുടക്കി തന്നെ അയക്കുന്നോണ്ട് ചോദിക്ക. എന്തിനാ മെഡിഗിരിക്ക് കുറ്റിയും പറിച്ച് പോണേ? ആ പോലീസുകാരോട് എന്തൊക്കെ പറഞ്ഞിട്ടല്ല. കണ്ണിക്കണ്ട പോലീസുകാരോട്. ഓ എനിക്ക് വയ്യ. കണ്ണിക്കണ്ട പോലീസുകാരോട് മുഴുവൻ എന്തു വേണേലും പറയാം. 1450 രൂപ 50 പൈസ മുടക്കിയ എന്നോട് പറയാൻ പാടില്ല. നിർത്തോ. കുറെ നേരം താൻ എന്നെ തൊഴുകണു. ഞാൻ എന്താണോ ഹനുമാൻ സമയം എഴുതിട്ട് പോടോ. അവന്റെ അമ്മൂമ്മയുടെ തൊഴുകല്. ഞാനൊരു കല്യാണത്തിന് പോവാ. ആരുടെ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ. അച്ഛന്റെ? അത് അമ്മായിപ്പന്റെ? ഞാൻ സ്നേഹിക്കുന്ന ആളുടെ. കാമോന്റെ? താൻ എന്നെ കളിയാക്കാണ്. ദേ, എന്റെ 1450 രൂപ 50 പൈസ കുട്ടി തരണ്ട. ഞാൻ വല്ല അനാഥാലയത്തിനും കൊടുത്തു എന്ന് കരുതിക്കോളാം. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയെന്ന് ഞാൻ വിചാരിച്ചോളാം. ആ കാശിന്റെ കാര്യം ഓർത്ത് ദയവ് ഇത് കുട്ടി കരയരുത്. ഞാൻ തന്നെ കളിയാക്കിയതല്ല. ഞങ്ങൾ തമ്മിൽ വളരെ ഇഷ്ടത്തിലാ. ഫെലിക്സ് നാട്ടിൽ പോവാന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ കല്യാണാണെന്ന് കേട്ടു. സത്യം അറിയാനാ പോന്ന്. അമ്മേ, അയ്യോ. ഫെലിക്സ്, അമ്മൂമ്മയും കൊച്ചുമ്മനും കൂടെ ഉമ്മം വെച്ച് കളിക്കേ. ഭഗവാനെ, എനിക്കിങ്ങനെ ഒരു അമ്മൂമ്മ ഇല്ലാതായി പോയല്ലോ. ദീപശിഖ കൊണ്ട് ഓർഡർ പോലെ അവളുടെ ഒന്ന് വേഗം വാ. കുപ്പി കളഞ്ഞിട്ട് ചാടി കേറ്. വേഗം കേറ്. ഓടി വാ. ബാഗ് വിടില്ലട്ടാ, ബാഗ് വിടില്ലേ. ഇവളെന്നെ ഇവിടെ ഇറക്കി അടങ്ങുള്ളൂ. സോറി, മറുപടി തരാൻ നേരം. എവിടുന്ന് വന്നേ?
ബട്ടക്സിന്റെ ബട്ടൺസ് പോയെന്നൊരു ഡൗട്ട്. ട്രെയിൻ പോയി. ആണാ? അത് പോയിക്കൊണ്ടിരിക്കാണോ? ഞാൻ അറിഞ്ഞില്ല. താൻ എന്തിനാ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ? വെള്ളം എടുക്കാൻ. വെള്ളം അടിക്കാനോ ഇത്ര രാവിലെ? കുടിക്കാൻ വെള്ളം എടുക്കാൻ. തനിക്ക് കൊട്ട മേടിക്കാൻ ട്രെയിനകത്ത് വെച്ചിട്ട് ഇറങ്ങരുതില്ലേ? വല്ലവരും എടുത്തോണ്ട് പോയാല്? പിന്നെ വല്ലവർക്കും ഇത് തന്നെയല്ലേ ജോലി? ഈശ്വരാ, എനിക്ക് നേരത്തെ തോന്നിയത്. ഇയാളോട് ആരാ ഇവിടെ ചാടി ഇറങ്ങാൻ പറഞ്ഞേ? നന്ദി വേണം പെൺകുട്ടി, നന്ദി വേണം. ഒറ്റയ്ക്ക് ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് പെട്ടുപോകേണ്ട സഹായിക്കാൻ ഇറങ്ങിയ ചെരുപ്പൂരി അടിക്കണം. എനിക്ക് രണ്ടിന്റെ കുറവുണ്ട്. സോറി. സാറി. കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പേക്കെടുത്ത് തുപ്പ്. പൊണ്ടോറടക്കാൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാറേ ഇനി എപ്പോഴാ അടുത്ത ട്രെയിന്? ഉടനെ ഉണ്ട്. എന്നാ അതില് പോവാലോ? അത് വളണ്ടിപ്പോലേക്ക് ചാണകം കൊണ്ടുപോകുന്ന ട്രെയിനാ. അയ്യേ. അപ്പോഴേ സാറേ, ഈ ആലനഹള്ളിക്ക് അടുത്ത വണ്ടി എപ്പോഴാ? ഓ, അതിന് വ്യാഴാഴ്ചയേ ഉള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല താറാവോ അല്ല. വ്യാഴാഴ്ച വരെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വ്യാഴാഴ്ച വരെ അല്ലേ? അത് നമുക്കൊരു കാര്യം ചെയ്യാം. ദാ ഇങ്ങനെ തൊങ്കി കളിക്കാം. ഇങ്ങനെ വാ, കളിക്കണോ? കൂടറോ. താൻ പുരുഷനല്ലേ? എന്താ തനിക്ക് ഞാൻ പെണ്ണാണെന്ന് സംശയമുണ്ടോ? വാൽപറമ്പി പുരുഷനല്ലേ? ഞാൻ വാലും തലൊന്നും ഇല്ലാത്തവനാ. താനൊന്ന് പോയേ. എനിക്ക് വിശക്കുന്നു. ഇവിടെ എന്താ തിന്നാൻ കിട്ടുക? ആ ചാണക വണ്ടി പോരും. ഞാൻ കുറെ കോരിത്തരാം. മതിയാ? അത് താൻ തന്നാ മതി. ദേ. സാറേ ഇവിടെ അടുത്ത് കഴിക്കാൻ വല്ലതും കിട്ടുമോ? ഇവിടെ ഒന്നും കിട്ടുകയില്ല. അമ്പലക്കവലെ പോയാ വല്ലതും കിട്ടും. പൊണ്ടാറത്തിന് വെള്ളം കുടിക്കാൻ ഇറങ്ങാൻ കിട്ടിയ സ്ഥലം. നമുക്ക് പോയി വല്ലതും കഴിക്കാന്നേ. വാ വെള്ളം വെള്ളട്ട് ഇറങ്ങിയിരിക്ക. വേറൊരു പിശാശ്. അയ്യോ, ഇത് ഗോപാലകൃഷ്ണല്ലേ? നമ്മുടെ ഗോപാലകൃഷ്ണ. അവിടെ പാർക്ക് ചെയ്തോളൂ. കഴിക്കാൻ ഇവിടെ എന്തൊക്കെയാ ഉണ്ടാവാ? ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ്, മിൽക്ക് ഷേക്ക്, നൂഡിൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഓർഡർ ചെയ്യട്ടെ? ഞാൻ വെജിറ്റേറിയനാ. കിട്ടണത് എന്താന്ന് വെച്ചാൽ വിഴിക്കാൻ നോക്ക്. വെജിറ്റേറിയൻ. എന്റെ കാശില്ല കേട്ടോ. കാശില്ലാതെ വയറും വായിട്ട് ഇറങ്ങിയിരിക്കുക. കാലും ഫിറ്റ് ചെയ്ത്. ചേട്ടാ പുട്ടോ ഏത്തപ്പഴം എന്താണെന്ന് വെച്ചാൽ വേഗം അണ്ണാക്കിലേക്ക് തള്ളി കൊടുത്തേ. തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല കട മുഴുവൻ കത്തിപ്പോവും. ലഡു ഒക്കെ ഉണ്ടല്ലോ. ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല? ചേട്ടാ ഡെറ്റോൾ ഉണ്ടോ? ഇല്ല, ചമ്മന്തി ഉണ്ട്. ചമ്മന്തി വെച്ച് ആരെങ്കിലും കൈ ഒഴുകൂടൂ. കുറച്ച് ചൂടുവെള്ളം തന്നെ. നാളെ കണിയുണ്ടതാവും. തനിക്കൊരു ജെട്ടി ഇട്ടുടോ. ഇൻസേർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക വൃത്തിയട്ടവൻ. വെള്ളം വെള്ളിട്ട് ഇറങ്ങാൻ ഇവരാരും മാലാകിയ. അയ്യോ, ചൂടുവെള്ളത്തിന് വരെ തിളച്ചോളാണോ തരുന്നത്? ചേട്ടാ കരിക്കൊഴിച്ച വെറുതെ തൂക്കിട്ടേക്കല്ല. കരിക്കൊഴിക്ക്. അവിടെ എന്താ വേണ്ട? നിന്റെ അടുത്ത് ഈ നാട്ടിൽ കാലുത്തരെന്ന് പറഞ്ഞിട്ടില്ലടാ പന്നി. ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. പിന്നെ നിന്റെ അമ്മായി അമ്മയ്ക്ക് നായരെ തപ്പി ഇറങ്ങിയാടാ നീ? ഞാൻ വച്ചിട്ടുണ്ടാ. നിങ്ങൾ എന്തിനാണ് തല്ലിയത്? ഞാൻ തല്ലില്ലേ? അതെന്തിനാ ചോദിച്ചേ? വഴക്കുണ്ടാക്കിട്ട്. എന്തിനാ വഴക്കുണ്ടാക്കിയത്? ദേഷ്യം ഉണ്ടായിട്ട്. എന്തിനാ ദേഷ്യം ഉണ്ടായത്? ഇഷ്ടമല്ലഞ്ഞിട്ട്. എന്തിനാ ഇഷ്ടമില്ലാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയത്? ആരായാള്? എന്റെ ഏട്ടനാ. സ്വന്തം ഏട്ടനെ തല്ലിയേ? ആ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാ. അച്ഛനെ തല്ലേ തുടങ്ങാറ്. ഇത്തവണ അച്ഛനെ കിട്ടില്ല, അതുകൊണ്ട് ഏട്ടനെ തല്ലി. ആ, എല്ലാ കിന്നേരം അറിയണോ അല്ലേ? എടാ ഗോപി, ഗോപി ആരാ ഗോപി? ഇയാടെ പേര് ഗോപിന്നാ? ഇയാൾക്ക് ഇവിടെ എന്താ പേര്? നല്ല ചീത്ത പേരാ. ആ, അതിപ്പോ മനസ്സിലായി.